നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ യുവതാരങ്ങൾക്ക് സന്തോഷവും സീനിയർ താരങ്ങൾക്ക് എട്ടിന്റെ പണിയും നൽകുന്ന തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് BCCI. പുതിയ സെക്രട്ടറി BCCIയുടെ തലപ്പത്തേക്ക് എത്തിയതിന് പിന്നാലെയാണ് കടുത്ത നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു. കോടികൾ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ താരങ്ങളെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ യുവതാരങ്ങളാണ് ഭേദപ്പെട്ട പ്രകടനത്തോടെ കയ്യടി നേടിയത്. ഈ സാഹചര്യം വിലയിരുത്തി താരങ്ങളുടെ പ്രതിഫലം വെട്ടിച്ചുരുക്കാനാണ് BCCIയുടെ തീരുമാനം. പ്രകടനം വിലയിരുത്തി പ്രതിഫലം നൽകുന്നത് തീരുമാനിക്കാമെന്ന നിർദ്ദേശം BCCI മുന്നോട്ട് വെച്ചു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന BCCI യോഗത്തിൽ ഇത് സംബന്ധിച്ച ധാരണയായി എന്നും ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് തന്നെ ഈ തീരുമാനം നടപ്പിലാക്കിയേക്കും എന്നുമാണ് വിവരം. ഇന്ത്യൻ ടീമിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ടീമിലെ സീനിയർ ആയിട്ടുള്ള സൂപ്പർ താരങ്ങളാണെന്ന ആക്ഷേപം നേരത്തെ മുതൽ തന്നെ ഉള്ളതാണ്. നിലവിലെ ഇന്ത്യൻ ടീമിൽ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവരാണ് സൂപ്പർ താരങ്ങൾ എന്ന് പറയപ്പെടുന്നത്. രണ്ടുപേരുമാണ് പ്രതിഫലം കൂടുതൽ വാങ്ങുന്നത്. എന്നാൽ ഇരുവരുടെയും സമീപകാല പ്രകടനങ്ങൾ നിരാശപ്പെടുത്തുന്നതാണ്. രോഹിത് ശർമ്മയുടെ ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ ശരാശരി 7-ലും താഴെയായിരുന്നു. എന്നാൽ പ്രതിഫലം നോക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് രോഹിതാണ്. ഈ രീതിക്ക് മാറ്റം കൊണ്ടുവന്ന് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ താരങ്ങളുടെ പ്രതിഫലം തീരുമാനിക്കാനാണ് BCCIയുടെ നീക്കം. അങ്ങനെ വരുമ്പോൾ മികച്ച പ്രകടനം നടത്താൻ സ്വാഭാവികമായും താരങ്ങൾ നിർബന്ധിതരാകും. കൂടുതൽ മുന്നൊരുക്കം നടത്താനും ആത്മാർത്ഥത കാണിക്കാനും താരങ്ങൾ തയ്യാറാകും. ഈ രീതിയിലുള്ള മാറ്റം ഗുണം ചെയ്യുമെന്നാണ് BCCIയുടെ വിലയിരുത്തൽ. ഇന്ത്യയുടെ പല താരങ്ങൾക്കും ടെസ്റ്റ് കളിക്കാൻ വലിയ താല്പര്യമില്ല എന്നാണ് BCCI യോഗത്തിലെ വിലയിരുത്തൽ. ഇതിന് മാറ്റം കൊണ്ടുവരാനാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത്. പ്രതിഫലത്തിൽ വലിയ കുറവുണ്ടാകുമ്പോൾ താരങ്ങൾ മികച്ച പ്രകടനം നടത്താൻ നിർബന്ധിതരാകും. എല്ലാ ഫോർമാറ്റിലും കളിച്ച് പണം സമ്പാദിക്കാനുള്ള ഒരു ത്വര വരുമെന്നും അവർ കരുതുന്നതായാണ് BCCIയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കത്തോട് പരിശീലകൻ ഗൗതം ഗംഭീറും അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത് എന്നാണ് വിവരം. എന്നാൽ ഇത് ഇന്ത്യയുടെ സീനിയർ താരങ്ങൾക്ക് വലിയ തലവേദനയായിരിക്കും സൃഷ്ടിക്കുക. നിലവിലെ രീതി അനുസരിച്ച് സീനിയർ താരങ്ങൾക്ക് പ്രത്യേക പരിഗണനയാണ് ലഭിച്ചു വരുന്നത്. മികവ് കാട്ടിയാലും ഇല്ലെങ്കിലും കോടികൾ കീശയിൽ വീഴും. എന്നാൽ മാച്ച് വിന്നർമാരാകുന്ന യുവതാരങ്ങൾക്കാകട്ടെ സീനിയർ താരങ്ങളെക്കാൾ വളരെ കുറവ് പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ടെസ്റ്റ് കളിക്കാൻ താരങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാക്കാനാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് BCCI കടന്നിരിക്കുന്നത്. ഇതിൽ സീനിയർ താരങ്ങൾക്ക് എതിർപ്പുണ്ടാകുമെന്ന് ഉറപ്പായ കാര്യമാണ്. ഇന്ത്യയുടെ യുവതാരങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണിത്. ദക്ഷിണാഫ്രിക്കയിൽ സഞ്ജു സാംസണും തിലക് വർമ്മയും 2 സെഞ്ചുറികൾ വീതം നേടി റെക്കോർഡ് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. എന്നാൽ ഇവർക്ക് ലഭിച്ച പ്രതിഫലം സീനിയർ താരമായ ഹർദിക് പാണ്ഡ്യയേക്കാൾ വളരെ കുറവാണ്. ഇത്തരത്തിലുള്ള രീതി മാറി ഫോം വിലയിരുത്തി പ്രതിഫലം നിശ്ചയിക്കുമ്പോൾ സഞ്ജുവിനും തിലകിനും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും. ഇത്തരമൊരു മാറ്റത്തിലേക്ക് വരണം എന്നാണ് യുവതാരങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ നിയമം നിലവിൽ വന്നാൽ മികവിലേക്ക് എത്താൻ താരങ്ങൾ കൂടുതൽ താല്പര്യം കാട്ടിയേക്കും. ഇത് ടീമിന് വലിയ രീതിയിൽ ഗുണകരമാകുമെന്നും പ്രതീക്ഷിക്കുകയാണ്.